മധ്യപ്രദേശ് പോലീസിന് മുന്നിൽ ഹാജരാകാതെ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയും ഭർത്താവും പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനായി ഹാജരാകണമെന്ന് പെൺകുട്ടിയെ സഹായിച്ചവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് വൈറൽ താരത്തിന്റെ തീരുമാനം. എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള മധ്യപ്രദേശ് ഹൈക്കോടതികളെ സമീപിക്കാനാണ് ആലോചന. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, പോക്സോ കേസാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ മധ്യപ്രദേശ് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ കേരളത്തിലെത്തിയിരുന്നു. മൊഴിയെടുക്കാൻ ഹാജരാക്കണമെന്ന നിർദ്ദേശം ഈ പെൺകുട്ടിയും ഭർത്താവിനെയും സംരക്ഷിക്കുന്നവർക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന് തങ്ങൾ ഇല്ല, മൊഴിയെടുക്കാൻ എത്തില്ല എന്ന ഉറച്ച നിലപാടിലാണോ ഈ പെൺകുട്ടിയും ഭർത്താവും? അതെ ദിവ്യ, കഴിഞ്ഞ ദിവസമായിരുന്നു മധ്യപ്രദേശ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെത്തിയിരുന്നത്. ഇതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ പിതാവാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി, പ്രായപൂർത്തിയാകാതെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയാണ് കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലുള്ള ഒരു പരാതി നൽകിയിരുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോഴും മധ്യപ്രദേശ് പോലീസ് കൊച്ചിയിൽ തുടരുകയാണ്. ഈ മധ്യപ്രദേശ് പോലീസിന് ഇതിനുമായി പെൺകുട്ടിയുടെ മൊഴി എടുക്കണം എന്ന നിലപാടിലാണ് പോലീസ് ഉള്ളത്. ഈ പെൺകുട്ടി ഇതുവരെയും ഹാജരാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും എന്നാൽ ഹാജരാകാൻ പെൺകുട്ടി തയ്യാറായിട്ടില്ല, ഒളിവിൽ തന്നെയാണ്. പെൺകുട്ടിയെ സഹായിക്കുന്നവർക്ക് അല്ലെങ്കിൽ സഹായം ഒരുക്കിയവർക്കും ഈ മൊഴിയെടുക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും അതുമായുള്ള തുടർ നടപടികളുമായി മധ്യപ്രദേശ് പോലീസും അതുപോലെ തന്നെ കേരള പോലീസും മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഹാജരാകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലാണ് പെൺകുട്ടി ഉള്ളത്. നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം. എന്തായാലും മുൻപ് തന്നെ കേരള ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഈ മാസം 20 വരെ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ഒരു ഇടക്കാല ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആർ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കേരള മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനും ഈ പെൺകുട്ടി നടപടികൾ മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന സൂചന. എന്തായാലും മധ്യപ്രദേശ് പോലീസിന് മുൻപാകെ മൊഴിയെടുക്കാൻ ഹാജരാകില്ല എന്ന നിലപാടിലാണ് പെൺകുട്ടിയുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയത്തെ കേസിനെ നിയമപരമായി നേരിടാൻ കൂടിയൊരുങ്ങുകയാണ്.